ഹലോ, 2026 ജൂൺ 23 എൻ്റെ മോൻ്റെ 3-ാം പിറന്നാൾ. ഞാൻ അമ്മയായിട്ട് ഇന്നത്തേക്ക് 3 വർഷവും 9 മാസവും. മനസ്സിലായില്ല അല്ലേ? 9 മാസം എന്നത് ക്യാരിയിങ്ങിൻ്റെയും കൂടി ചേർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കുണ്ടായ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ അധികം നീണ്ടുപോവാതിരിക്കാൻ അവൻ്റെ കുഞ്ഞു ചിരിയും കുറുമ്പ് കളികളും കൂയിങ്ങും എല്ലാം ഒരു തണലായിരുന്നു. പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള മന്ത്രങ്ങൾ. ഡെലിവറിക്ക് ശേഷമുള്ള 90 ദിവസങ്ങൾ അത് വളരെ സന്തോഷകരമായിരുന്നു. ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിൻ്റെ താളം വല്ലാതങ്ങ് മാറിപ്പോയതുപോലെ. ചില ആൾക്കാരുടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എന്നോടും എൻ്റെ മോനോടും കാണിച്ച അവഗണനയും എല്ലാം മനസ്സിലായിട്ടും ഒപ്പം നിൽക്കാതെ മാറി നിൽക്കുന്ന പലരും. അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ താളം തെറ്റും എന്ന് തോന്നിയ നിമിഷങ്ങളിൽ എൻ്റെ ജീവൻ്റെ ഹൃദയതാളമായവനാണ് എൻ്റെ മോൻ. കുട്ടിക്കുറുമ്പ് കാട്ടിയതിന് നമ്മൾ ദേഷ്യപ്പെട്ടാലും ഒരു സെക്കൻഡിനുള്ളിൽ സ്നേഹം പടർത്തുന്നവൻ, എന്നെ മറ്റാരേക്കാളും കൂടുതൽ മനസ്സിലാക്കിയവൻ, എന്നിലെ പോരാളിക്ക് കരുത്തേകിയവൻ, എന്തെങ്കിലും കാരണത്താൽ സങ്കടം വന്നാൽ ചിരിപ്പിക്കാനെത്തുന്നവൻ. പലപ്പോഴും എനിക്കുണ്ടായ മൂഡ് സ്വിങ്സിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഓടി വന്ന് ഒരു ഹഗ്ഗിൽ എല്ലാം അലിയിപ്പിച്ച് സന്തോഷം പടർത്തും. ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ നിഴലായി നിന്ന് എനിക്ക് താങ്ങും തണലുമായവൻ. ഇനി ജീവിതത്തിൽ എന്ത്, എങ്ങനെ, എപ്പോൾ, എന്തിന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എൻ്റെ നിഴലായി ആശ്വാസമേകിയവൻ. ഇത്രയൊക്കെ ആവുമോ ഒരു കുഞ്ഞിനെ എന്ന് ചോദിക്കുന്നവർക്ക്, ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങളുമായി അല്പമെങ്കിലും ബന്ധം തോന്നുന്നവർക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇത് മനസ്സിലാവും. നമ്മുടെ ഒപ്പം ഒരു നിഴലായി മാറാൻ ഒരു ചെറിയ പ്രായത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ ഞാനൊരു പുണ്യം ചെയ്ത അമ്മയാണ്. അവൻ നല്ലൊരു ആത്മാവിനുടമയാണ്. കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള കുട്ടിക്കുറുമ്പുകളും പിടിവാശിയും എല്ലാം ഉണ്ടെങ്കിലും ആളൊരു പാവമാണ്. അമ്മയുടെ കുഞ്ഞൂസിന് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യവർദ്ധനവും ഉണ്ടാവട്ടെ. അവന് പിറന്നാളിന് നൽകാനായിട്ട് ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ കത്തുന്ന ഒരു ഷൂ. കുഞ്ഞ് വലുതാവുന്നവരെ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റേ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. വൈറ്റ് കളറാണ് വാങ്ങിച്ചത്. അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ഉദ്ദേശിച്ചു ഇത് അവൻ തനിയെ ചെരുപ്പും ഷൂസൊക്കെ ഇടുന്ന ആളാണ്. അപ്പോൾ നമ്മളോട് പറയത്തൊന്നുമില്ല, ഓടിപ്പോയി ഇടും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഉള്ളു വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. പക്ഷേ ഇപ്പോഴും ഇത് ഇട്ട് നടക്കുന്നതായതുകൊണ്ട് പുറം ഭാഗം വൈറ്റ് ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ആകെ ചളി പിടിക്കും. സാരല്ല, ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ. ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ കുഞ്ഞുമുഖത്ത് വിടരുന്ന ചിരി കാണാനാണ് കേട്ടോ. ഓരോ അമ്മമാരുടെയും ആഗ്രഹങ്ങളായിരിക്കുമല്ലോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ സമ്മാനിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിരി കാണാനുള്ള ആഗ്രഹവും സന്തോഷവും അത് എനിക്കും ഇഷ്ടമാണ്. ഹൂസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് കേട്ടോ. നല്ല ഷൂസാണ്. വൈറ്റ് എടുക്കണ്ടെന്ന് പറയാൻ കാരണം ചളി എപ്പോഴും ഇട്ട് നടക്കുന്നതുകൊണ്ട്, കുഞ്ഞല്ലേ, അഴിച്ചു വയ്ക്കാൻ പറഞ്ഞാൽ അഴിച്ചു വയ്ക്കത്തൊന്നുമില്ല. അകത്തും പുറത്തൊക്കെ ഇട്ട് നടക്കും. ചളിയാവും. ഇപ്പോൾ മഴക്കാലം കൂടി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. പുറമെ വെള്ള വേണ്ടായിരുന്നു. പുറമെ വേറെ ഏതെങ്കിലും കളറ്, അകത്ത് വൈറ്റ് ആയാലും മതിയായിരുന്നു. ഇതിങ്ങനെ കളറൊക്കെ വരും കേട്ടോ. ലൈറ്റൊക്കെ വരും. ഇങ്ങനെ ഇത് ഇരുട്ടത്ത് ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞൊക്കെ കൊടുക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗിഫ്റ്റ് പൊട്ടിക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരുമായിരിക്കും. എങ്കിലും അവന് ഗിഫ്റ്റ് പേപ്പറൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊതിഞ്ഞിട്ട് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്ത് ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് പൊതിയും. അവനെ അഴിക്കാൻ കിട്ടത്തില്ല. പക്ഷെ ആ മുഖത്ത് കാണുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അകത്തും പുറത്തും എപ്പോഴും ഇടും കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് ചളിയാവുകയും ചെയ്യും. പക്ഷേ ഇടണ്ടാന്ന് പറഞ്ഞിട്ടെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞു ഭാവിയല്ലേ. ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും സപ്പോർട്ടും എല്ലാം വലുതാവുമ്പോഴും ഉണ്ടാവുമെന്ന പ്രത്യാശയും പ്രാർത്ഥനയോടും കൂടി എൻ്റെ മോന് അമ്മയുടെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ.